ായിട്ട് നമുക്ക് ഇന്ന് ഇഞ്ചിക്കറി വെച്ചാലോ. ഇഞ്ചി ഞാൻ തോല് കളഞ്ഞ് ചെറിയ വട്ടമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി, ശർക്കര വെള്ളത്തിലിടണം, പുളിയും വെള്ളത്തിലിടണം, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും വേണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിത് വറക്കാനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ആ മിച്ചം വരുന്ന എണ്ണയിലാണ് നമ്മൾ ബാക്കി ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ശർക്കര വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്, പിന്നെ പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വറുത്ത് കോരാം. എണ്ണ ചൂടായിട്ടുണ്ട്, കുറേ കൊടുക്കാം. ഇഞ്ചിക്കറി ഇല്ലാത്ത ഓണസദ്യ ഉണ്ടോ? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കി ആദ്യത്തെ ഓണം തുടങ്ങാം. ഇഞ്ചിക്കറിയോടെ നമുക്ക് ഓണം ആരംഭിക്കാം. അങ്ങനെയല്ലേ പറയണ്ടേ? ആദ്യത്തെ ഓണമൊന്നുമില്ലല്ലോ. നമുക്ക് ചില തെറ്റുകളൊക്കെ വരും. ഓക്കെ കുറേശ്ശെ മൂത്ത് വരുന്നുണ്ട്. തീ കുറച്ച് കൊടുക്കണമേ. കനം കുറച്ചറിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഇഞ്ചിക്കറി ഇതുപോലെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ഇഞ്ചി കുട്ടന്മാർ കുറേശ്ശെ മൂത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ കോരിയെടുക്കാവേ. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം നമ്മൾ. അതിൽ തീ കുറച്ചിടുന്നത്. ഇനി അടുത്ത ബാച്ചിട്ട് കൊടുക്കാവേ. വെള്ളമയം ലൈറ്റായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിടുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊക്കെ എന്ത് എളുപ്പമാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോണെടുത്ത് വീട്ടിൽ വിളിച്ച് ചോദിക്കുക. എൻ്റെയൊക്കെ കാലത്ത്, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളൊരു ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് ആ ഓണവും കഴിയും, വിഷുവും കഴിയും, അത് കഴിഞ്ഞാൽ ലെറ്റർ കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് എളുപ്പമാണ്, എന്ത് ഈസി, എല്ലാം വിരൽത്തുമ്പത്തിലുണ്ട്. അങ്ങനത്തെ ഒരു ജനറേഷനായി. ஆனால் എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആണ് എല്ലാവർക്കും നല്ലത് കാണുവാണെങ്കിൽ. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്നതുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ തന്നെ എന്തുമാത്രം യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. നല്ല ഉപകാരം ഉള്ള ഒരു മീഡിയ ആണ്. വറുത്ത് കോരിയതിന് ശേഷം ഇത്ര എണ്ണയുണ്ട്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. ചില ഉലുവയും കൂടെ, കറിവേപ്പില ആവശ്യത്തിനിട്ട്, കാശ്മീരി മുളകാണ് ഇത്. ഇഞ്ചിക്ക് നോർമലി എരിവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് എരിവ് ഇട്ടാൽ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ശകലം കായം കൂടെ, പുളി വെള്ളത്തിലിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. മുളക് നല്ലപോലെ മൂത്തിട്ടുണ്ട്, കരിയാറായി, അതുകൊണ്ടാണ് പുളി വേവിട്ടത്. പുളി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ശർക്കര നമ്മൾ അരിച്ചങ്ങോട്ട് ഒഴിക്കും. ഇതെവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇത് നമ്മൾ തണുത്തിട്ടുണ്ട്. മിക്സിയിൽ പൊടിച്ചെടുക്കാവേ. വറുത്തെടുത്ത ഇഞ്ചി പൊടിച്ചിട്ടുണ്ട്. കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചേക്കുന്നത്. ഇങ്ങനെ വന്ന് പൊടിക്കുമ്പോൾ നല്ല ഒരു കടി മാറ്റി കിട്ടും. നല്ല തിള വന്നിട്ടുണ്ട്. ഉപ്പുകല്ല് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പുകല്ലിടുന്നതാണ് ഉപ്പ് പൊടിയെക്കാട്ടിലും നല്ലത്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇടുന്നുണ്ടെങ്കിൽ അത് കുറുകി വരും. എന്തുമാത്രം നമ്മൾ കുറുക്കണോ അതിൻ്റെ അനുസരിച്ച് കൊടുക്കാം. ഇച്ചിരി നീട്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത മാങ്ങ അച്ചാറുണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഓണം വരുമല്ലേ, ഓണസദ്യക്ക് സ്പെഷ്യൽ ഐറ്റമാണ് ഇഞ്ചിക്കറി. അടുത്തത് മാങ്ങയാണ്. മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ്. ഇതാ മാങ്ങയ്ക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളക്, 2 പച്ചമുളക് അരിഞ്ഞ് വേണേൽ ഇടാൻ, അരച്ചുവിടാൻ. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കട്ടി വെച്ചു. കടുക് പൊട്ടി, ശകല ഉലുവ ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമാതിരി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി, കായപ്പൊടി ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി. അത്രേ ഉള്ളൂ. മാങ്ങാക്കറിയാണെങ്കിൽ എളുപ്പമാക്കാം. മാങ്ങാക്കറിയല്ല, മാങ്ങ അച്ചാർ. ഇഞ്ചിക്കാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. ഇഞ്ചി ചേച്ചി സമയം എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രുചി ഇഞ്ചിക്ക് തനിയുണ്ട്. മാങ്ങ അച്ചാറിന് അതിൻ്റേതായിട്ടുള്ള രുചി. ഇത് മൂത്തിട്ടുണ്ട്. നമ്മൾ കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി പൗഡർ തന്നെയാണ് എടുക്കുന്നത്. അതിന് എരിവ് കുറവാണല്ലോ, അതുകൊണ്ട് നല്ല മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എണ്ണ ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ എണ്ണ ആവശ്യം വേണ്ടവർക്ക് നന്നായി എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് മൂപ്പിച്ചെടുക്കാം. എണ്ണ ഞാനിത് ഓൾറെഡി മൂപ്പിച്ച മസാലയൊക്കെ ആയിരുന്നു. ഉപ്പ് കല്ല് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനൊരു ശകലം വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട് ഈ മസാലയ്ക്കകത്തോട്ട്. കാരണം ഞാനിത് അധികം ദിവസം ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല, അധികം ദിവസം വെക്കുന്നില്ല ഈ അച്ചാർ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ഇച്ചിരി കൂടുതലിട്ടുണ്ടെങ്കിൽ ആ കുത്തൽ പോകാൻ വേണ്ടിയാണ്. അരപ്പെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം